ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, വേറൊരു സർപ്രൈസ് ഉണ്ട്. ഹീറോയിൻ പ്രിയങ്കയുടെ കൂടെ ഒരു ആയുണ്ട്. ആ കുട്ടിയുടെ പേര് രാധിക എന്നാണ്. അതിശയം എന്ന് പറയട്ടെ, ആ കുട്ടിക്ക് മേഡത്തിന്റെ നല്ല ചായയുണ്ട്. ലൊക്കേഷനിൽ നിന്ന് ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ മുത്തശ്ശി. അവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ ഒന്നും. രാധിക മാഡത്തിന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പോവല്ലേ ഞാൻ. ഇന്ന് ഞങ്ങൾ എത്തിയപ്പോ കുറച്ച് വൈകി. അതിന്റെ പേരില് ചേച്ചിക്ക് നന്നായിട്ട് വഴക്ക് കേൾക്കുകയും ചെയ്തു. ആ കേക്കട്ടെ, അതിന് അവൾക്ക് അർഹതയുണ്ടല്ലോ. എന്ത് കാര്യം ഉണ്ടായാലും അവളുടെ തലയിൽ വെച്ച് കെട്ടിക്കണം. ഓരോരുത്തരായി വെറുക്കട്ടെ ആ പിശാചിനെ. ഇനി വെറുക്കാൻ ഒന്നുമില്ല മുത്തശ്ശി. എല്ലാവർക്കും വെട്ടി അരിഞ്ഞു കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അത് നിത്യേന ഞാൻ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ ആഗ്രഹിച്ചത് തട്ടിയെടുക്കാൻ നോക്കിയ ആളല്ലേ, വിട്ടുകൊടുക്കില്ല ഞാൻ. മിടുക്കി. ഈ പക നിന്റെ ഉള്ളിൽ എപ്പോഴും വേണം. എന്നിട്ട് സൗകര്യം കിട്ടുമ്പോ ഇല്ലാതാക്കി കളയണോ അവളെ. അത് ഞാൻ ഏറ്റു മുത്തശ്ശി. ഒരവസരത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നെ. ശ്യാമ, ഞാനൊരു കാര്യം പറഞ്ഞ ടെൻഷൻ ആവരുത്. എന്താ അടുത്തേ? രാധിക ഇപ്പോ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് ലീവ് എടുക്കുന്നുണ്ട്. എന്താ പ്രശ്നമൊന്നും അറിയില്ല. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് അടുത്തേ. എന്താന്ന് ചോദിച്ചറിയണം. ഇനിയിപ്പോ അവള് നിൽക്കുന്ന കണിമംഗലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ വേറെ എന്തെങ്കിലും? ചോദിക്കുന്നത് നല്ലതാ. എടുത്തേ, അതാരാ നോക്കൂ. ആ ശ്യാമ മേഡം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, വരൂ. നമസ്കാരം മേഡം. നമസ്കാരം. മേഡം സുഖല്ലേ? അതെ. എങ്ങനെ പോകുന്നു ഷൂട്ടിംഗ് ഒക്കെ? ഓക്കെയാണ്. എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ മേഡം. അതുകൊണ്ടാ മേഡത്തെ കാണാൻ ഇറങ്ങാൻ വൈകിയത്. ഓ, ഇരിക്കും രണ്ടുപേരും. സത്യം പറഞ്ഞ സിനിമയുടെ പൂജ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ശ്യാമ മേഡത്തിനെ കാണാൻ ഫിക്സ് ചെയ്തിരുന്ന ഞാൻ. അതിനിടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് വന്നപ്പോ സമയം ഒരുപാടായി. നാളെ നമ്മുടെ പാട്ടിന്റെ റെക്കോർഡിംഗ് അല്ലേ? അതിനു മുമ്പ് മേഡത്തെ വന്നത് കാണാതിരിക്കുന്നത് എങ്ങനെയാ? സിനിമയുടെ തിരക്കുകളൊക്കെ എനിക്കറിയാലോ. മാത്രമല്ല, ജഗദീഷിന്റെ സ്വന്തം കുട്ടിയല്ലേ. നമ്മൾ തമ്മിൽ എത്ര വർഷം മുമ്പായിരിക്കും കണ്ടത്? എനിക്ക് നല്ല ഓർമ്മയുണ്ട് മേഡം. 2009 ഡിസംബർ 5 തീയതിയാണ് നമ്മൾ തമ്മിൽ കാണുന്നത്, മേരി മാതാ സ്റ്റുഡിയോയിൽ വെച്ച്. ഞാൻ ആ പടത്തിലാ ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തത്. നല്ല ഓർമ്മയാണല്ലോ. ദൈവങ്ങളെ ഞാൻ നേരിട്ട് കാണുന്ന തീയതി മറക്കാൻ പറ്റും മേഡം. എടുത്തേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. സോറി മാം, ഞങ്ങള് ഷൂട്ട് പാക്കപ്പ് കഴിഞ്ഞ് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. ഓ, ജഗദീഷ് ഒരു ഹിന്ദി ഫിലിം കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലേ? ചർച്ചയിലുണ്ട് മേഡം. പിന്നെ നോർത്തിലെ കാര്യമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഷുവർട്ടി പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ തമിഴല്ലേ? ലാംഗ്വേജ് നോക്കുമ്പോ തമിഴ് റിലീസാ. പക്ഷെ ആക്ച്വലി ഇത് ഒരു മലയാളം തമിഴ് കോമ്പിനേഷനാ. ഓ, തമിഴ് നായകൻ മലയാളത്തിലെത്തി
ഇവിടെ നിന്നൊരു പെൺകുട്ടിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതാണിപ്പോ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നായിക ഒരു പുതിയ കുട്ടിയാ ഞങ്ങളാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പേര് പ്രിയങ്ക. ആ, എവിടുത്തെ കാര്യം ഈ കുട്ടി? ഇവിടെ തൊട്ടടുത്ത് തന്നെ അവരുടെ തറവാട്. കുറച്ച് ഫേമസാ, കണിമംഗലം. മാഡം, വേറൊരു സർപ്രൈസ് ഉണ്ട്. ഹീറോയിൻ പ്രിയങ്കയുടെ കൂടെ ഒരു ആയുണ്ട്. ആ കുട്ടിയുടെ പേര് രാധികയാണ്. അതിശയം എന്ന് പറയട്ടെ, ആ കുട്ടിക്ക് മേഡത്തിന്റെ നല്ല ചായയുണ്ട്. ഞങ്ങളത് എപ്പോഴും പറയും, മേഡം തന്നെയാ ഞങ്ങളുടെ മുമ്പിലൂടെ നടക്കുന്നതെന്ന്. ചിലർ തമ്മിൽ അങ്ങനെ ഒരു സാദൃശ്യം കാണുമല്ലോ. എനിക്ക് കൊണ്ടൊരു അപരൻ, കോട്ടയത്തോ മറ്റോ ഉള്ളൊരു അപരൻ. എന്റെ ഫ്രണ്ട്സ് എപ്പോഴും അത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ ആ കുട്ടി വെറൊരു ആയ മാത്രമല്ല മാഡം, അതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെയോ കഴിവുകളുള്ള കുട്ടിയാ. ആ കുട്ടി നന്നായി നൃത്തം ചെയ്യും. പ്രിയങ്കയ്ക്ക് നൃത്തം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ കുട്ടിയാണ് അത് ഈസിയായി പ്രിയങ്കയെ പഠിപ്പിച്ചെടുത്തത്. ആ കുട്ടിയുടെ ചലനങ്ങൾ കണ്ടറിയാം അവര് ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടെന്ന്. എല്ലാവർക്കും ഉന്നതങ്ങളിൽ എത്താൻ പറ്റില്ലല്ലോ. കഴിവുള്ള എത്രയോ പേർ കരിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. അയ്യോ, ഞങ്ങൾ മേഡത്തിന്റെ സമയം കളയുന്നില്ല. നാളെ സോങ് റെക്കോർഡിങ്ങിന്റെ സമയത്ത് ഞാൻ വെറുതെ സ്റ്റുഡിയോയിലേക്ക് വരും, പോകും. അത്രേ ഉള്ളൂ. ആ ഒരു എക്സ്ക്യൂസ് പറയാനാ ഞാൻ നേരിട്ട് വന്നത്. ഇത് തനിക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞാ പോരേടോ? അങ്ങനെയല്ലല്ലോ മാഡം, എനിക്ക് അനുഗ്രഹം കൂടെ വേണ്ടേ? എല്ലാം നന്നായിട്ട് വരട്ടെ. താങ്ക് യു മാഡം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി. അപ്പൊ അതാണ് കാര്യം. രാധിക പ്രിയങ്കയുടെ കൂടെ ലൊക്കേഷനിൽ പോയതാ. ഒരു പക്ഷേ അതിനെക്കുറിച്ച് പറഞ്ഞ ഫിദമയുടെ വഴക്ക് പറഞ്ഞിരുന്ന് പേടിച്ചായിരിക്കും. അവക്ക് അതിൻ്റെയൊക്കെ ആവശ്യം എന്താ എടുത്തി? മാത്രമല്ല, പ്രിയങ്കയുടെ കൂടെ എന്ന് പറയുന്നത് എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ്. എന്തിനും മടിക്കാത്തൊരുവളല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? വരട്ടെ, മോളോട് സംസാരിക്കാം. ഒരിക്കൽ പ്രിയങ്കയുടെ അവസ്ഥ രാധികയ്ക്ക് വന്നതുകൊണ്ട് ഇപ്പം മോളെ ആയായിട്ട് വെച്ച് പ്രിയങ്ക പ്രതികാരം തീർക്കുമായിരിക്കും. പക്ഷേ അവളുടെ ആട്ടും തുപ്പും ഏറ്റ് നിൽക്കുന്നത് ഈ ശ്യാമയുടെ മകളാണെന്ന് നമുക്കറിയില്ലല്ലോ. ശ്യാമേ, എന്റെ മകൾ ആരുടെയും അടിമയല്ല. എന്റെ മോൾ ആരുടെയും കാൽക്കൽ നിൽക്കേണ്ടവളുമല്ല.